Because of God's mercy. We became God's children because of God's mercy. Amen. Hallelujah. Hallelujah. We are standing because of God's grace. Hallelujah. Hallelujah. And we can come boldly into the presence of God because of God's mercy. Amen. Hallelujah. Hallelujah. The greatest miracle, the greatest, wonder is, amen. Hallelujah. God saved us. God saved a sinner like me. And we are going to worship God because of who God is. We are going to worship God because of what God has done in our lives. Hallelujah, hallelujah. അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം യഹോവയെ സ്തുതിക്കുവിൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. കുഞ്ഞുങ്ങളെല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട് ആരും സംസാരിക്കരുത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to God. Hallelujah. We honor God. Amen. Hallelujah. Hallelujah. Glory to God because God is here. The Lord is here. The King of Kings is here. രാജാതി രാജാവ് ഇവിടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ഒരു ചിന്തയോടെ സന്നിധാന ബോധത്തോടെ ഭയഭക്തിയോടെ വേണം നാം ദൈവത്തെ ആരാധിക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ മാസം കണ്ട് ഒത്തിരി പേര് ഇന്ന് ഈ ലോകത്തിലില്ല. എന്നാൽ ജീവനോടെ ദേശത്ത് ദൈവം നമ്മളെ സൂക്ഷിച്ചു. ദൈവം നമ്മളെ പരിപാലിച്ചു. ആരോഗ്യത്തോടെ ഐസോടെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചല്ലോ. ദൈവത്തിൻ്റെ കരുതലുകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യും. ഇന്നത്തെ ഹല്ലേലൂയ ആരാധനയെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എല്ലാ ശുശ്രൂഷകളിലെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ഹല്ലേലൂയ. സ്തോത്രം. ദൈവദാസന്മാരെ നമ്മുടെ നടുവിൽ ദൈവം അയച്ചിട്ടുണ്ടല്ലോ. ശക്തമായി ദൈവവചനത്തിൽ ശുശ്രൂഷിക്കുവാൻ ദൈവദാസന്മാരെ ദൈവം ബലപ്പെടുത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ജസൻ പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. As we are praying, ആമേൻ. ഹല്ലേലൂയ. Let us all pray together. We all worship together. ആമേൻ. ഹല്ലേലൂയ. We are not here to see the worship. ആമേൻ. നമ്മൾ ആരാധന കാണാൻ വന്നവരല്ല. We are here to worship God. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആരാധന സ്വീകരിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ഇന്നത്തെ ആരാധന നന്നായിരുന്നുവെന്ന് നാം അല്ല പറയേണ്ടത്, ദൈവമാണ് പറയേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നത് ഏറ്റവും നല്ലത്, ഏറ്റവും മേത്രമായത് ആമേൻ ദൈവത്തിന് കൊടുക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുമ്പോൾ ജസൻ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർഗസ്നായ പിതാവേ, ദൈവമേ നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, ദൈവങ്ങളുടെ സന്നിധിയിൽ വന്ന് കർത്താവെ ദൈവമേ സ്തുതിപ്പാനും ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും കർത്താവ് തന്ന വലിയ കൃപയോർ നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. നാഥ, അനേകർ കിട്ടാത്ത മഹാഭാഗ്യം അങ്ങ് ഞങ്ങൾക്ക് തന്നല്ലോ. നാഥ, നന്ദി കർത്താവ്. ദൈവമേ ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന ഓരോ നന്മകൾ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല കർത്താവേ. ദൈവമേ കർത്താവെ, ഞങ്ങൾക്ക് പുകഴുവാൻ അങ്ങയിൽ മാത്രമാണ്. ദൈവമേ, ഞങ്ങളുടെ കഴിവിലോ ബുദ്ധിയിലോ ശക്തിയിലോ ദൈവമേ കർത്താവ് ഞങ്ങളുടെ പാരമ്പര്യത്തിലോ സമ്പത്തിലോ ഒന്നും ഞങ്ങൾക്ക് പുകഴുവാനില്ല കർത്താവേ. എല്ലാം മാനവും മഹത്വം പുകഴ്ചയും അങ്ങേക്കും മാത്രം കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ തെറ്റുകളെ, കുറ്റങ്ങളെ, കുറവശങ്ങളെ കർത്താവ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു കഴുകലോടെ വിശുദ്ധിയോടെ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ അങ്ങ് ആരാധിപ്പാനും സ്തുതിപ്പാനും കർത്താവ് ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ കർത്താവ്, ഞങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. നാഥ, ദൈവം കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകൾ അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമേ കർത്താവ് ഞങ്ങളുടെ ദൈവമേ ശ്രേഷ്ഠ ഹല്ലേലൂയ ദാസന്മാരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാഥ, ദൈവമേ കർത്താവ് ആത്മാവിൻ്റെ ശുശ്രൂഷയോട് വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൂത് അത് കർത്താവേ ഹല്ലേലൂയ അങ്ങ് അവരിൽ കൂടി കർത്താവ് ഞങ്ങളെ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുത്ത് കർത്താവ് ഞങ്ങളുടെ ജീവിതം വലിയ രൂപാന്തരത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം എല്ലാ ശുശ്രൂഷകളിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഞങ്ങൾ ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കർത്താവെ, പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവമേ കർത്താവ്, വചനം ശ്രവിക്കുമ്പോൾ ആത്മാവിൻ്റെ ശബ്ദം കേട്ട് തൃപ്തിയോടെ മടങ്ങുവാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. നാഥ, ദൈവമേ കർത്താവെ സ്തോത്രം. ദൈവമേ, ഇവിടെ കടന്നിരിക്കുന്ന ദൈവമേ കഷ്ടത്താൽ, ഭാരത്താൽ, ദുഃഖത്താൽ, പ്രയാസ രോഗത്താലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ട് കർത്താവ്, അവരെ പൂർണ്ണമായി അവരെ വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നതുപോലെയല്ല ദൈവമേ, പൂർണ്ണ വിടുതലോടെ മടങ്ങുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഇടയാക്കണമേ, അവരെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം
എല്ലാവരും വാസ്തവമായി ഒന്ന് രുചിച്ചറിഞ്ഞ് മടങ്ങുവാൻ തക്കോണം കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. വരുവാൻ ആഗ്രഹിച്ച് വഴിമതിയായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് എത്രയും പെട്ടെന്ന് അവർ കൂട്ടിക്കൊണ്ട് വരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാഥ ദൈവമേ കർത്താവ് ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളോട് ശക്തമായി ഇന്ന് ഇടപെടാൻ പോകുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന നാഥ, എല്ലാ മാനവും മഹത്വം അങ്ങെടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. സ്തോത്രം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ദിവസത്തിൽ ഇങ്ങനെ കൂടി വരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. ഉപവാസത്തോടും പ്രാർത്ഥനയോടൊക്കെ ആയിരിക്കാൻ ദൈവം കഴിഞ്ഞ ദിവസങ്ങൾ ദൈവം സഹായിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിഥിയായി നമ്മുടെ നടുവിൽ കഴിഞ്ഞ ദിവസം കടന്നു വന്ന പാസ്റ്റർ ജെ ജോൺസൺ അവരുടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിനെ ആരാധനയോഗത്തിലേക്ക് വെൽക്കം ചെയ്യുന്നു. പാസ്റ്റർ എം കെ വർഗീസ് പാസ്റ്ററേയും വെൽക്കം ചെയ്യുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ കടന്നു വന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വെൽക്കം ചെയ്യുന്നു. 29ാമത്തെ സങ്കീർത്തനം we are going to look at Psalms 29, a very familiar psalm. അതിനകത്ത് 1, 2, 3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. Verse 1, 2 and 3. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കുവീൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുക്കുവീൻ. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിക്കുവീൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. ആമേൻ. മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടി മുഴക്കുന്നു. ആമേൻ. 3 മുതൽ താഴോട്ട് 9ാമത്തെ വാക്യം വരെ ദൈവത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി, ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തിയെപ്പറ്റി നമുക്ക് കാണാൻ. വി സീ the power of God's word from verse 3 to verse 9. But what I always think is that, can you read it in English as well, please? It says, "Give unto the Lord, O you mighty ones, give unto the Lord glory and strength. Give unto the Lord glory due to his name. Worship the Lord in the beauty of holiness. The voice of the Lord is over the waters." Madi. Amen. Hallelujah. It says that give unto the Lord. Amen. Hallelujah. Glory and strength. Amen. Hallelujah. What can we give to the Lord? നമുക്ക് എന്താണ് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നത്? ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് എന്ത് മഹത്വമാണ് ഉള്ളത്? ആമേൻ. വേറെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഓണർ ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ താഴത്തെ വാക്യങ്ങളോട് 2ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ആമേൻ, അവിടെ പറയുന്നു, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിക്കുവിൻ. വർഷിപ്പ് ദ ലോർഡ് ഇൻ എ ഹോളി അറേ. ആമേൻ. നമുക്ക് കൊടുക്കുവാൻ, ദൈവത്തിന് കൊടുക്കുവാനുള്ളത് അതാണ്. ദൈവസന്നിധിയിൽ നമസ്കരിക്കുക, ദൈവസന്നിധിയിൽ ആരാധിക്കുക, ദൈവത്തെ ബഹുമാനിക്കുക. അതാണ് ആമേൻ നമുക്ക് ദൈവത്തിന് കൊടുക്കുവാനുള്ളത്. ആമേൻ. ദൈവം തന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ആമേൻ. Everything we have is from God. And here it says, given to the Lord glory due unto his name. It just means worship God. It just means, honor God. So it's not just when we come into the presence of God, wherever we are, our life should honor God. Our life should be a worship to God. Then it says about the power of God's word. Hallelujah. അതിനെപ്പറ്റി ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. താഴത്തെ അല്ലെങ്കിൽ 10ഉം 11ഉം വാക്യങ്ങൾ മാത്രം വായിച്ചിട്ട് നമ്മൾ പാട്ടുകൾ പാടുവാനായിട്ട്, നമ്മൾ ആദ്യ സങ്കീർത്തനം വായിച്ചിട്ട് നമ്മൾ പാട്ടുകൾ പാടാൻ പോവുകയാണ്. Verse 10 and 11. യഹോവ ജലപ്രളയത്തിനു മീതെ ഇരുന്നു. യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഇംഗ്ലീഷോടെ പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. Lord sat us enthroned on the flood. Lord sits as king forever. The Lord will give strength to his people. The Lord will bless his people with peace. Amen. Hallelujah. അവിടെ പറയുന്നു, the Lord sits as king forever. Our Lord is the king forever. The kings of this earth, they come and go, but our Lord is the king forever, and he is right here in our midst. And what a great privilege that God has given us to worship him. Amen. Hallelujah. Then it says in the verse 11, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകുന്ന ദൈവമാണ്. ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. The Lord will give strength to his people. If you are weak, Amen. Hallelujah. The verse says, the Bible says, God will give strength to his people. Amen. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. The Lord will bless his people with
പീസ്. ആമേൻ, ഹല്ലേലൂയ. സമാധാനം തരുന്ന ദൈവം, സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനമാണ് ദൈവം. നമുക്ക് ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം നമുക്ക് തരുന്നത് വലിയൊരു സമാധാനമാണ്. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം, എവിടെ നോക്കിയാലും സമാധാനമില്ലാത്തൊരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ ലോകത്തിൽ, ഈ UK-യിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ആമേൻ, ഹല്ലേലൂയ, ദൈവം ദേശത്തെ സമാധാനം നൽകണം. ദേശത്തെ സമാധാനം നൽകണമെങ്കിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ദൈവവചനം പറയുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച്, ആമേൻ, ഹല്ലേലൂയ, തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തും. God will heal the land. It all depends on the prayer of God's people. I mean, when we look around us, we see there are so many problems happening in this country, and we need to pray. We need to cry out to God. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടിയും ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. Because the Bible says God gives peace to his people. ദൈവം തൻ്റെ ജനത്തിന് സമാധാനം നൽകും. സമാധാനം നൽകുന്ന ദൈവം. ആമേൻ, ഹല്ലേലൂയ. എല്ലാം ഉണ്ടെങ്കിലും ആമേൻ സമാധാനമില്ല. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം സമാധാന പ്രഭുവായ കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. He is a God who gives peace. You might have everything, but you don't have peace. That's a crucial ingredient, isn't it? Amen, hallelujah. If you have everything, even if you have a good job, you have everything, but if you don't have peace, then what kind of life is that, isn't it? Amen, hallelujah. But God says he will give peace. ആ സമാധാനം നൽകുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ ദൈവം ഒരു അവസരം കൂടെ ദാനമായി തന്നല്ലോ. നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. Let us all stand in the presence of God. Amen. We are going to read this psalm. നമുക്ക് ഈ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ നമുക്ക് ആരാധിക്കാമല്ലോ. Psalms 29, 29 സങ്കീർത്തനം. ഹല്ലേലൂയ. Psalms 29. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുവീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കുവീൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുക്കുവീൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിക്കുവീൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവനവയെ കാളക്കുട്ടിയെ പോലെയും ലെബാനോനെയും സിരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജാലകളെ ചിഹ്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലുരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ആമേൻ. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. And in his temple everything says glory. Amen, hallelujah. In his temple everything says glory. Today as we are in the presence of God, amen, hallelujah, let us give glory to God. Amen, let us give honor to God. കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ നമുക്ക് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കാതെ പാട്ടുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതരങ്ങളെ തുറന്ന് നമുക്ക് എല്ലാവർക്കും കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. Thank you Jesus. Give unto the Lord glory due unto his name. Hallelujah. Hallelujah. Glory to God. Hallelujah. 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 ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ആമേൻ, ഹല്ലേലൂയ. നാം ഇപ്പോൾ വായിച്ചു കേട്ടതുപോലെ യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. വേദപുസ്തകങ്ങളൊക്കെ താഴ്ത്തി വെച്ചിട്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഹൃദയങ്ങളൊന്ന് ഏകാഗ്രമാക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ കേട്ടതുപോലെ നമുക്ക് ചുറ്റുമുട്ടും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഒത്തിരിയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പ്രതികൂലം വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പോകുന്നവരല്ല, നാം അവനോട് കൂടെയുള്ളവരാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് നൽകിയ ദയയ്ക്കൊത്തവണ്ണം ഹല്ലേലൂയ നാം എത്രമാത്രം സ്തുതിക്കണം. അവൻ നമുക്ക് നൽകിയ തൻ്റെ ജീവനൊത്തവണ്ണം ഹല്ലേലൂയ അതിൻ്റെ വില ചിന്തിച്ചു നോക്കിയാൽ സ്തുതിക്കാതെ ഇരിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഗ്നിജ്വാല പോലെയുള്ള ഹല്ലേലൂയ, ഹല്ലേലൂയ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം അതിൻ്റെ അരികിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കർത്താവിനെ ശക്തിയോടുകൂടി ആരാധിക്കുവാൻ, ഹൃദയം നിറഞ്ഞ് കർത്താവിനെ ആരാധിക്കുവാൻ നമുക്കൊന്ന് ഒരുക്കപ്പെടാം. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ആമേൻ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ
ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഓ നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. ആമേൻ. നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട്. ആമേൻ. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട്. ഓ ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു അവനെ നാം പുകഴ്ത്തിടാം. ഓ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഓ പാപത്തിൻ അധീനതയിൽ നിന്നീ അടിയാരെ നീ വിടുവിച്ചു. ഓ പാപത്തിൻ അധീനതയിൽ നിന്നീ അടിയാരെ നീ വിടുവിച്ചു. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാ. ആമേൻ. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാ. ആമേൻ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രയോ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ആമേൻ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഓ വീഴുന്നു പ്രിയനെ വാഴ്ത്തിയിടുവാൻ സിംഹാസനവാസികളും താൻ. ആമേൻ. വീഴുന്നു പ്രിയനെ വാഴ്ത്തിയിടുവാൻ സിംഹാസനവാസികളും താൻ. ഓ ആയവനരുളിയ രക്ഷയും മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെയിട്ടു. ഓ ആയവനരുളിയ രക്ഷയും മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെയിട്ടു. അവൻ ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഓ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. അവൻ ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ഓ ദൈവ കുഞ്ഞാടവൻ സകല സ്തുതികൾക്കും യോഗ്യനായ കർത്താവേ, സകല സ്തുതികൾക്കും യോഗ്യനായ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായവനെ. ആമേൻ. ഹല്ലേലൂയ. സ്തുതിച്ചിടാം വെള്ളത്തിൻ നിരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയിൽ. ആമേൻ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ആമേൻ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഓ യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. നമ്മുടെ യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദനാളതിലെ. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദനാളതിലെ. ഓ ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ആമേൻ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവൻ
കുഞ്ഞാണവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ആമേൻ. ദൈവ കുഞ്ഞാണവൻ യോഗ്യനാണേ. നീ ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ടു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായവരെ, സകല സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. ഓ ദയാലേഖിച്ചോ നാം സ്തുതിച്ചിടുവോ. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ആമേൻ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഓ യേശുതാൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. നമ്മുടെ യേശുതാൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോം ആനന്ദനാളതിലെ. നമ്മെ സ്നേഹിച്ച യേശുവെ ആനന്ദനാളതിലെ. ഓ ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഓ മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഓ മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സകലമാനവും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നതങ്ങളിൽ ശ്വാസവാസിയുമായവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. രാജാക്കന്മാരുടെ രാജാവേ, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവറി ക്രൂസിൽ ഞങ്ങളെ സ്നേഹിച്ച ആ സ്നേഹത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ സാന്നിധ്യമാറാകണമേ. നിയന്ത്രണം ഏറ്റെടുക്കുമാറാകണമേ. നമ്മുടെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഒന്ന് നയിക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ മൗനം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ നയിക്കുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കാം. കരങ്ങളെ അടിച്ചുകൊണ്ട് ഹൃദയങ്ങളെ തുറന്ന് കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്കൊത്തവണ്ണം ഹല്ലേലൂയ ഹൃദയത്തിൽ നിന്നും ഹൃദയം നിറഞ്ഞ് കവിയട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ വീണ്ടെടുത്ത സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ദൈവിക വിടുതലുകൾ ഞങ്ങളുടെ മധ്യത്തിൽ നടക്കട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകട്ടെ. ആത്മസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, എല്ലാ ശുദ്ധികളും കല്ലുപോലെയുള്ള എല്ലാ ഹൃദയങ്ങളും മാറി ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അങ്ങയുടെ നാമം ഇവിടെ മഹത്വം എടുക്കണം. ദൈവപ്രവർത്തികൾ ഇവിടെ നടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സഭയായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കുള്ള എല്ലാത്തിനേക്കാളും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ എല്ലാത്തിനേക്കാളും അധികമായി അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ വീണ്ടെടുത്ത സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ഒരു ചൈതന്യം വരുത്തണമേ. ഒരു ഉണർവ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനായി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തൊടുമാറാകണമേ. ആത്മസാന്നിധ്യം എന്നിവിടെ ഉണ്ടാകുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ വന്നതുപോലെയല്ല, സൗഖ്യത്തോടുകൂടി ഹല്ലേലൂയ, ഒരു ആത്മചൈതന്യത്തോടുകൂടി മടങ്ങി പോകുവാൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കുമാറാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ നയിക്കുമാറാകണമേ. ചില ചലനങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടി ധൈര്യത്തോടുകൂടി ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാമോ. നാം മക്കളെങ്കിൽ അവകാശികളുമാകുന്നു. സകല സ്വർഗീയ അനുഗ്രഹങ്ങളുടെയും അനുഗ്രഹങ്ങൾക്ക് നമ്മളെ അവകാശിയാക്കി തീർത്ത ആ പിതാവിന്റെ അരികിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മചൈതന്യം, ഹല്ലേലൂയ, ഞങ്ങളിൽ ഒരു ചൈതന്യം വരുത്തണമേ. ദൈവിക വിടുതലുകൾ ഞങ്ങളുടെ മധ്യത്തിൽ നടക്കുമാറാകണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കോടാനുകോടി ദൂതന്മാർ ആ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ അവരാഗ്രഹിക്കുന്നത് നമ്മുടെ ആരാധനയാണ്, നമ്മുടെ സ്നേഹമാണ്. എല്ലാറ്റിലും അധികമായിട്ട് കർത്താവിനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് മുൻപേ ഒരുപാട് വിശുദ്ധന്മാർ യാത്ര ചെയ്ത ഒരു വഴിയിലാണ് നാം നടക്കുന്നത്. അവന്റെ കരം പിടിച്ച് ആരെയും അവൻ തള്ളിക്കളഞ്ഞിട്ടില്ല. നമ്മുടെ ഭാവി എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ഒരുപാട് ഭക്തന്മാർ കർത്താവിനെ സേവിപ്പാനിറങ്ങി. അവർ കണ്ടു, ഒത്തിരി വേദനകൾ അവർ കണ്ടു. എന്നാൽ തങ്ങൾ മുറുകെ പിടിച്ചത് തങ്ങളെ വീണ്ടെടുത്ത കർത്താവിന്റെ സ്നേഹമായിരുന്നു. ഹല്ലേലൂയ. വിശ്വാസവീരനായ ജോർജ് മുള്ളറിന്റെ നാട്ടിലാണ് നാം നിൽക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെയുള്ള ഒത്തിരി വിശുദ്ധന്മാർ ഹല്ലേലൂയ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഒരാത്മനദിയിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകണമേ. ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. എല്ലാ സ്നേഹത്തിനേക്കാളും, ലോകത്തിന് ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാത്തിനേക്കാളും ഞങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിപ്പാൻ ഒന്നിനും കഴിയുകയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി വിശ്വാസവീരന്മാർ നമുക്ക് മുൻപിലൂടെ നടന്നുപോയി. ആ വഴിയാണ് നാം പോകുന്നത്. നാം കേവലം ചെയ്യുന്ന ഒരു ചെറിയ കാര്യങ്ങൾ ഒത്തിരി ത്യാഗമാണെന്ന് നാം ചിന്തിക്കുന്ന സമയങ്ങളിൽ ഇവരുടെയൊക്കെ യാത്രകളൊന്ന് ഓർത്തു നോക്കാം. നമുക്ക് അടുത്ത സ്ഥലമാണ്. ജോർജ് മുള്ളറിന്റെ കാര്യം പറഞ്ഞുവല്ലോ. കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി. ദൈവം 4 മക്കളെ കൊടുത്തു. 2 കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ തന്നെ മരിച്ചു. അടുത്ത കുഞ്ഞ് 1 വയസ്സായപ്പോൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 4-ൽ 3 പോയി. താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയതമ്മ തന്നെ വിട്ട് പോയി. കർത്താവിനോട് ചോദിച്ചില്ല, കർത്താവ് ഇത് എന്തിനാണെന്ന്. തനിക്കറിയാമായിരുന്നു ഈ ലോകത്തിലുള്ള ഇതിനേക്കാളൊക്കെ വലുത് യേശുവിൻ്റെ സ്നേഹമാണെന്ന്. ഒരു വലിയ സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിട്ട് വിശ്വാസത്താൽ ഒരു പട്ടണത്തെ ഇളക്കി മറിച്ച ഒരു വിശ്വാസ വീരനായിരുന്നു ജോർജ് മുള്ളർ. നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഈ ദിവസങ്ങൾ കേട്ട് കാണും. C.S. മാത്യു എന്ന് പറയുന്ന ഒരു ദൈവദാസൻ 11 കുഞ്ഞുങ്ങളെ നൽകി. 8 കുഞ്ഞുങ്ങളും തൻ്റെ മുൻപിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. 8 ഡെഡ് ബോഡികളും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇതെന്തിനാണെന്ന് കർത്താവിനോട് ചോദിച്ചില്ല. ശക്തമായ കർത്താവിന് വേണ്ടി നിലകൊണ്ടു. ഹല്ലേലൂയ. ആ ഭക്തന്റെ വായിൽ നിന്ന് വന്ന പാട്ടുകളാണ്. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ കാണുന്നില്ല. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ. നമുക്ക് പറയുവാൻ കഴിയുമോ? നമ്മുടെ ചെറിയൊരു രോഗാവസ്ഥയിൽ കർത്താവിനെ പലപ്പോഴും നാം പഴിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടില്ലേ? കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. ഈ അടുത്ത ദിവസം നിങ്ങൾ കണ്ടു കാണും, ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ. കേവലം 8 വർഷം മുൻപ് കർത്താവിനെ കണ്ട ഒരു വ്യക്തിയാണ്. തെരുവുകളിൽ നിന്ന് ഈ യേശു ജീവിക്കുന്നുവെന്ന് പറയുമ്പോൾ താൻ ഈ ലോകത്ത് കണ്ടതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് എന്തോ ഒന്ന് താൻ കണ്ടിരുന്നു. നിങ്ങൾ കണ്ടു കാണും, മരിച്ച ഡെഡ് ബോഡി വീട്ടിൽ ചെല്ലുമ്പോഴും ഹൈന്ദവ വിശ്വാസത്തിലിരിക്കുന്ന ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം പ്രസംഗിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ എതിരേൽക്കാൻ നിൽക്കുന്നത് പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങളൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇതിന്റെ നടുവിലും താൻ അങ്ങനെ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഈ സ്നേഹം നമ്മുടെ മുൻപിൽ നാം ഒന്നും കാണുന്നില്ലായിരിക്കാം. പക്ഷേ അബ്രഹാം വിശ്വാസത്താൽ ഇറങ്ങിയതുപോലെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ എത്ര പേരിവിടെയുണ്ട്?
നമ്മുടെ ഹൃദയത്തെ കർത്താവ് ചോദിക്കുകയാണ്. ഒത്തിരി ദേവദാസന്മാരുടെ മക്കൾ ഇവിടെയുണ്ട്. ഞാനും ഒരു സുവിശേഷകന്റെ മകനാണ്. അവൻ ചെയ്ത ഉപകാരങ്ങൾക്ക് പകരം കൊടുക്കുവാൻ നമുക്കിനി എത്ര ആയുസുണ്ടെന്നറിയില്ല. ഇന്ന് നിങ്ങൾ കണ്ടു കാണും, ബ്രിട്ടനും അമേരിക്കയൊക്കെ തങ്ങളുടെ സിറ്റിസൺസിനെ ലെബനനിൽ നിന്ന് പോരാൻ പറഞ്ഞിരിക്കുക. വലിയൊരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ സങ്കീർത്തനത്തിൽ ഞാൻ വായിച്ചു, യഹോവയെ കാത്തിരിക്കുന്നവർ സമാധാനത്തോടു കൂടി ആയിരിക്കും. പ്രിയമുള്ളവരെ, എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? നമ്മുടെ ഭാവി എന്താണെന്ന് നാം ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഭാവി കർത്താവിൻ്റെ കരങ്ങളിലാണ്. നമ്മുടെ മുൻപിൽ ഒത്തിരി പ്രതിസന്ധികൾ കാണും. നിങ്ങളുടെ സാഹചര്യങ്ങൾ ഏതുമായിക്കോട്ടെ, ഒത്തിരി വിഷയങ്ങളിൽ നീറുന്നവരായിരിക്കാം നിങ്ങൾ. കുടുംബ വിഷയങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ മുൻപിൽ ഒരു ചുവട് വെപ്പാൻ നാം ഭയപ്പെടുന്നുണ്ടാകാം. എന്നാൽ നിന്നെ കരം പിടിച്ചിരിക്കുന്നത് കർത്താവാണ്. മുന്നിലൊരു ചുവടുവെപ്പാൻ മാത്രമിട കാണുന്നു ഞാൻ. മുന്നിലൊരു ചുവടുവെപ്പാൻ മാത്രമിട കാണുന്നു ഞാൻ. ആയതു മതിയേ, ശേഷമുള്ളതെല്ലാം ദൈവഹിതം, ശേഷമെല്ലാം ദൈവഹിതം. ഓ ആയതു മതിയേ എനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. ലോകയിരുൾ നീങ്ങിടുമ്പോ സ്വർഗ്ഗമെന്മേൽ ശോഭിച്ചിടും. ലോകയിരുൾ നീങ്ങിടുമ്പോ സ്വർഗ്ഗമെന്മേൽ ശോഭിച്ചിടും. എന്നെ അനുഗമിക്കാൻ കർത്താവ് ചോദിക്കുകയാണ് നമ്മോട്. എന്നെ അനുഗമിക്കുവാൻ എത്ര പേർ സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാരെ പോലെ നമ്മോട് അവൻ ചോദിക്കുകയാണ്. അവന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ, അവന് വേണ്ടി ജീവിപ്പാൻ എത്ര പേരുണ്ട്? അതാണ് ഏറ്റവും വലിയ ആരാധന. അടുത്ത ചൂടറിയാതെ ഇരിപ്പതെന്താനും ഗ്രഹം. അടുത്ത ചൂടറിയാതെ ഇരിപ്പതെന്താനും ഗ്രഹം. പ്രിയമുള്ളവരെ, നാം തനിച്ചല്ല കേട്ടോ, അവൻ നമ്മോട് കൂടെയുണ്ട്. പൗലോസിനോട് പറഞ്ഞതുപോലെ, എൻ്റെ കൃപ നിനക്ക് മതി. ഏത് ഭാരങ്ങളായിക്കോട്ടെ, ഏത് പ്രയാസമായിക്കോട്ടെ, അവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ഭാവിയെല്ലാം അറിയുന്ന ഒരു ചേർന്ന് പാടാമോ? എൻ്റെ ഭാവി, എന്റെ ഭാവി എല്ലാം എന്റെ ദൈവമറിയുന്നു എന്ന്. എന്റെ ഭാവി എല്ലാം എന്റെ ദൈവമറിയുന്നു എന്ന്. പൂർണ്ണ സമാധാനത്തോടെ നാൾ മുഴുവൻ പാടിയിടും ഞാൻ.
സമാധാനമോടെ നാൾ മുഴുവൻ പാടിയിടും ഞാൻ. ഓ പൂർണ്ണ സമാധാനം. ഹല്ലേലൂയ. നാൾ മുഴുവൻ ചേർത്ത് പിടിപ്പാൻ കഴിയുന്ന ഒരു കരം, അതാ യേശുവിന്റെ കരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഭാവിയെല്ലാം അവന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നാളെ കുറിച്ച് വിചാരപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവ് അവന്റെ കൈക്ക് പിടിക്കുവാൻ എത്ര പേർ തയ്യാറാണ്? ഹല്ലേലൂയ. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. മനസ്സുള്ളവർ അവന്റെ കരത്തിലേക്ക് പിടിക്കാം. അത് അനുഭവിച്ചറിയുന്നവരാണ് ഞാൻ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ എല്ലാ വേദനയിലും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നവരെ യേശു, ആമേൻ. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. Arise, take your place, be enthroned on our praises. Arise, take your place, be enthroned on our praises. One thing we ask for you, one thing that we desire. Worship you, Lord, come and change our lives. We ask for you, one thing that we desire. But as we worship you, Lord, come and change our lives. Arise, 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 arise. Arise, take your place, be enthroned on our praises. Arise, King of kings, Holy God, as we sing. Arise, 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 take your place, be enthroned on our praises. Arise, King of kings, Holy God, as we sing. Arise, 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 take your place, be enthroned on our praises. Arise, King of kings, Holy God, as we sing. Arise, arise. We lift you up, we lift you up, we lift you up on our praises. Oh, we lift you up, oh, we lift you up, oh, we lift you up on our praises. Oh, we lift you up, oh, we lift you up, we lift you up on our praises. We lift you up, oh, we lift you up, oh, we lift you up on our praises. Ooh, we lift you up, we lift you up, we lift you up on our praises. We lift you up, we lift you up, we lift you up on our praises. Arise, 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 take your place, be enthroned on our praises. Arise, King of kings.
enthroned on our praise arise. King of kings, holy God, as we sing arise. Arise, 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 we lift you up, we lift you up on our praises. We lift you up, we lift you up, we lift you up on our praises. We lift you up, we lift you up, we lift you up on our praises. We lift you up, we lift you up, we lift you up on our praises. Yes, Lord. We lift you up on your praises in every way, Lord. Lord, hallelujah. We pray that, Lord, you rise, Lord, in this nation, Lord, Father. Lord, we pray that let this nation will revive in the way that you desire, Lord, Father. Lord, there was a time, Lord, that this nation stood for your truth, Lord, stand for your word, Lord, spread your word and walked, oh Lord, in your faith, Lord, Father. In every step, Lord, that they took, Lord, they didn't look back forth, Lord, but they looked forward, Lord, for the glorious of your word, Lord, Father. Lord, as we sit in your presence, Lord, to hear your word, Lord. As also we remember that you died on the cross, Lord. You paid every single drop of blood, Lord. And we remember, Lord, as we humble ourselves, Lord, we thank you, Lord. We give you glory and honor, Lord. In Jesus Christ we pray, Lord. Amen. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ നടത്തിലായിരിക്കാം. ഒരിക്കൽ കൂടെ എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ടോ? എനിബഡി ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം? വെൽക്കം, വെൽക്കം ഓൾ ഓഫ് യു. സീറ്റുകൾ അവിടെ ഇവിടെ സീറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ജോയിലി ക്യാൻ ജസ്റ്റ് കം ഫോർവേഡ്. സീറ്റ്സ്, സോ മെനി സീറ്റ്സ് ഇൻ ബിറ്റ്വീൻ. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ ദൈവത്തിന് മുമ്പിലിരിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എൻ്റെ ദാസനെ പാസ്റ്റർ ജെ ജോൺസൺ നാട്ടിൽ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചർച്ചഗോഡിൽ എൻ്റെ ചർച്ചിൽ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ നാട്ടിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ നമ്മളോട് ഒന്നിച്ചായിരിക്കുന്ന ഞാൻ സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ നാമത്തിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കർത്താവിൻ്റെ വലിയ നാമം ഈ പകലിൽ മഹത്വപ്പെടുമാറാകട്ടെ. May the name of our Lord be glorified today. ഈ അനുഗ്രഹിക്കപ്പെട്ട ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ I thank God for this wonderful day of resurrection. നമുക്ക് ഒരുമനപ്പെട്ട് കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. I thank God for giving us this wonderful opportunity to worship God in this beautiful day. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ കുടുംബം, പാസ്റ്റർ എം കെ വർഗീസ് അവറുകൾ കുടുംബം, പാസ്റ്റർ ജസ്വിൻ അവറുകൾ കുടുംബം എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ന് പകൽക്കാലം ഈ ആരാധനയ്ക്കായി കൂടി വന്ന എല്ലാ ശ്രേഷ്ഠരായ ദൈവമക്കളെയും കർത്താവിൻ്റെ ദാസന്മാരെയും കുഞ്ഞുങ്ങളെയും എല്ലാവർക്കും ഈ എളിയവൻ്റെ സ്നേഹബന്ധനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. I greet all of you, especially the servants of God, and all of you who are here in the matchless name of our Lord and Savior Jesus Christ. Praise the Lord. ഈ പകലിൽ പ്രിയ ജസ്വിൻ പാസ്റ്ററെ കണ്ട് പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബം, എൻ്റെ മൂത്ത സിസ്റ്ററും ദൈവദാസിയും ഒരു നാട്ടിലെ ഒരു ചർച്ചിലെ മെമ്പർമാരാണ്. ഇന്ന് പകൽക്കാലം കാണുവാനും പരിചയപ്പെടുവാനും സഹായിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. I thank God for I could meet Pastor Jeswin, Phoebe's church, and my sister. They attend the same church in Kerala. കഴിഞ്ഞ 2 ദിവസവും നാം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരുന്നു. കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും അനുഗ്രഹം പ്രാപിപ്പാനും സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. When for the last 2 days we were in the presence of God, and God gave us an opportunity to be blessed in the presence of God. കഴിഞ്ഞ
2 ദിവസക്കാലം ഉപവാസത്തോടും പ്രാർത്ഥനയോടെ ആയിരിക്കാനും ആ പ്രാർത്ഥനയുടെ 3-ാമത്തെ പകലിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. I thank God for God's grace that He brought us to this third day of our fasting and prayer. ഇസ്രായേലിനോട് ബന്ധത്തിൽ ഹോശയ്യ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു. ഹോശയ്യ പ്രവചനം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. Hosea chapter 6 verses 1 says like this. വരുവീൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. Come, let us return to the Lord. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, For He has torn അവൻ നമ്മെ us. കടിച്ചു കീറിയിരിക്കുന്നു, He has torn അവൻ us. നമ്മെ സൗഖ്യമാക്കും. He will heal us. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ സൗഖ്യമാക്കും. He will revive us after 2 days. 3-ാം ദിവസം നാം അവന്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. He will raise us up on the third day. ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, Amen. The children of God who are here today. നമ്മുടെ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസത്തിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുമ്പോൾ We are here at the third day of our fasting and prayer. ഈ പകലിൽ ദൈവം നമ്മെ ഉയർപ്പിക്കുന്ന, ജീവിപ്പിക്കുന്ന പകൽക്കാലമായി, നാം ജീവൻ പ്രാപിക്കുന്ന പകൽക്കാലമായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ കൃപ തരുമാറാകട്ടെ. Amen. I pray and I pray that God will revive us on the third day, that we might live before Him on this third day. Praise the Lord. Hallelujah. സ്തോത്രം. അല്പസമയത്തെ വേദ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കാം. Let us turn our attention to Ephesians chapter 3 verses 20. Praise the Lord. ഈ വേദഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന വേദഭാഗമാണ്. We know this verse. Now to Him who is able to do far more abundantly beyond all that we ask or think, according to the power that works within us. അപ്പോസ്തലനായ പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ ഏറ്റവും ഈടുറ്റതും ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ലേഖനമാണ് എഫേസ്യ ലേഖനം. Ephesians, the book of Ephesians or the epistle of Ephesians is called as the queen of epistles according to the theologians. ഇതിൽ 6 അധ്യായങ്ങളും 185 വാക്യങ്ങളും പഴയ നിയമത്തിൽ 3 ഉദ്ധരണികളും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 6 chapters, 185 verses, and there are 3 references from the Old Testament. 2 കാര്യമാണ് ഇവിടെ കാണുവാൻ കഴിഞ്ഞത്. 1 ചോദിക്കുക, 2 നനയ്ക്കുക. I mean, there are 2 things which we read here. One is ask and then is think. ഈ പകലിൽ കർത്താവിന്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, എന്താണ് നാം ദൈവത്തോട് ചോദിക്കുന്നതും എന്താണ് നാം നനയ്ക്കുന്നതും? I mean, what as children of God, as we come into the presence of God, what are we asking today, and what is our thoughts, what are we thinking? നാം ചിന്തിക്കുന്നതിലും നാം ചോദിക്കുന്നതിലും അത്യന്തം പരമായി തരുവാൻ സർവശക്തിയുള്ള ദൈവമാണ് ഈ പകലിൽ ആമേൻ നാം ആരാധിക്കുന്ന കർത്താവ്. Amen. I want to tell you that God whom we worship, God whom we serve, is able to do far more abundantly beyond all that we ask or think. ഇതിനോട് ചേർന്ന് നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 5 മുതലുള്ള ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. Luke chapter 11 verses 5 onwards as well. Praise the Lord. ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് വേണ്ടുവോളം കൊടുക്കും. I tell you, even though he will not get up and give him anything, but because he is his friend, yet because of his persistence, he will get up and give him as much as he needs. ഇതിന്റെ പശ്ചാത്തലം നാം ചിന്തിക്കുമ്പോൾ, when you look at the background, കർത്താവിനോട് 2 കാര്യങ്ങൾ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടു. I mean, the disciples asked Jesus 2 things. ഒന്ന്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. First, they asked Jesus, teach us to pray. രണ്ടാമത്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. Second thing they asked is, Lord, increase our faith. പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കാൻ എന്ന് പറയുന്നതിന്റെ കാരണം അവർക്ക് പ്രാഗൽഭ്യം കൊണ്ടൊന്നുമല്ല. I mean, it's not because that they don't know how to pray or they were not feeling unworthy to pray or anything like that. 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കും. അതുകൊണ്ട് യേശുവിന്റെ കൂടെ നടക്കുന്ന ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അറിയത്തില്ലെങ്കിൽ ആമേൻ ആൾക്കാരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞതാണ്. It says in verse 1 that they were telling that when they came to Jesus, Lord, teach us to pray just as John also
taught his disciples. ആ പ്രാർത്ഥനയുടെ വിശദീകരണമാണ് 5-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു കേട്ടത്. Then after Jesus telling about prayer, and then from verse 5 onwards he gives a parable about prayer. നാം വായിച്ച വേദഭാഗത്തിൽ 3 സ്നേഹിതന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. And this parable we see 3 friends. 3 അപ്പമാണ് ചോദിച്ചത്. And this one friend asked for 3 loaves of bread. 3 തടസ്സമാണ് പറഞ്ഞത്. And he gives 3 excuses for not giving it. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ആമേൻ വ്യക്തി ജീവിതങ്ങളുടെ മേൽ, I mean, as children of God, we are fasting and praying in the presence of God. ഒരപ്പത്തിന് ഒരു തടസ്സം വെച്ച് ശത്രു വാദിക്കുക. I mean, ഒരപ്പത്തിന് ഒരു തടസ്സം വെച്ച് ശത്രു വാദിച്ചു. I mean, for one loaf there is an excuse or hindrance from the enemy. വീട്ടുകാരനായ ഒരു സ്നേഹിതൻ, I mean, there was one friend who was from a household, അദ്ദേഹത്തിന്റെ വീട്ടിൽ വിശന്നു വന്ന സ്നേഹിതൻ, and there's another friend who was hungry who came to this friend's house. വീട്ടുകാരനായ സ്നേഹിതൻ ആമേൻ കൂടെ വന്നവന്റെ ആവശ്യം നിവർത്തിക്കുവാൻ അർദ്ധരാത്രിയിൽ കടന്നുപോയ ആ വീട്ടുകാരനായ സ്നേഹിതൻ. And then he goes in the midnight to another friend's house to fulfill his friend's hunger. അങ്ങനെ 3 സ്നേഹിതന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And we see here in this parable 3 people or 3 friends. ചോദിച്ചത് 3 അപ്പമാണ്. And he asked for 3 loaves of bread. 3 അപ്പം ചോദിക്കുവാനുള്ള കാരണം, Why did he ask 3 loaves of bread? യഹൂദന്മാരുടെ ഒരു നേരത്തെ ആഹാരം 3 അപ്പമാണ്. I mean, according to the Jewish custom or Jewish people, they for a meal they used to eat 3 loaves. എന്നാൽ യേശുവിന്റെ പ്രസംഗം കേൾക്കുവാൻ, പ്രഭാഷണം കേൾക്കുവാൻ പോയ ബാലകന്റെ കയ്യിൽ 5 ഏത്തപ്പം ഉണ്ടായിരുന്നു. But we see that the young boy who went to listen to the preaching of Jesus, he had 5 loaves. അത് അവന് വേണ്ടി മാത്രമായിരുന്നില്ല. I mean, that was not just for himself. അവനെപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ട് അവർ കൂടെ കൊടുക്കാൻ വേണ്ടി കരുതി കൊണ്ടുവന്നതാണ്. And he just bought extra 2 loaves to share it with somebody who might come hungry. വീട്ടുകാരനായ സ്നേഹിതൻ വന്നവനെ അവന്റെ ഭവനത്തിൽ ഇരുത്തിയിട്ട്, and the hungry friend who came to this friend's house, he left that hungry friend there and he's going in the midnight in search of food. അർദ്ധരാത്രിയുടെ സമയം, In the midnight time. ക്ഷുദ്രജീവികൾ വിഹാരം നടത്തുന്ന സമയം. I mean, it was not a safe place. It was not a safe time to venture out മഞ്ഞോ into the മഴയോ dark. വകവയ്ക്കാതെ, And he didn't care about the climate. He didn't care about തന്റെ the ആവശ്യത്തിന് circumstances. വേണ്ടിയിട്ടല്ല, He was not going for his own need. തന്റെ കൂട്ടുകാരന്റെ ആവശ്യ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി. And he's going not for his need, but he wants to fulfill the needs of his friend. ഇതാ അർദ്ധരാത്രിയിൽ അവന്റെ മറ്റൊരു സ്നേഹിതന്റെ അടുത്തേക്ക് പോകുക. And in the midnight, amidst all these difficulties, he's going to his other friend. പ്രിയമുള്ള ദൈവമക്കളെ, Dear children of God, ഈ 3 സ്നേഹിതന്മാരിൽ ആ വീട്ടുകാരനായ സ്നേഹിതനാണ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ. the second friend, he's the friend who is fasting and praying. അവന് വേണ്ടിയിട്ടല്ല അവൻ കടന്നുപോയത്. He is not going for his own needs. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. When Job prayed for his friends, God changed the situation of Job. ഈ പകലിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, Dear children of God, when we pray in the presence of God, നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ഉപരി, amen, not praying for our needs, but caring and praying for others. കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെ മറ്റു സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, I mean, if we pray for the burdens, carrying the burdens of our friends and our church, our members, നമ്മുടെ അവസ്ഥയ്ക്ക് സ്വർഗ്ഗത്തിൽ ദൈവം മാറ്റി തരുമെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. According to the word of God, we can see that God will change our situation as well. അവിടെ ചെന്ന് ഈ വീട്ടുകാരനായ സ്നേഹിതൻ കതകിൽ മുട്ടുകയാണ്. And this friend goes to his other friend in the midnight and he knocks on the door of his friend. സമയം നമ്മൾ ഓർക്കണം, അർദ്ധരാത്രിയാണ്. I mean, we know the time is midnight. അകത്തുനിന്ന് പറയാണ്, 3 തടസ്സങ്ങൾ പറയാണ്, എന്നെ പ്രയാസപ്പെടുത്തരുത്. And the friend who's inside this house, he's telling 3 excuses. And the first one is telling, do not bother me. കതകടച്ചിരിക്കുന്നു. The door has already been shut. പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു. My children and I are in bed. കതകടച്ചത് കൊണ്ടാണല്ലോ കതകിന് തട്ടിയത്. I mean, it was because the door was locked. That's why this friend is knocking on the door. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരെ, ഉപവസിക്കുന്നവരെ എന്തെങ്കിലും പറഞ്ഞ് അവർക്ക് ലഭിക്കേണ്ട നന്മകളെ, അവരുടെ വാഗ്ദത്തങ്ങളെ
I mean, the children of God, those who are fasting and praying, there will be a lot of hindrances to fulfill God's promises, God's answers in your life. അവകാശമാക്കുവാൻ കഴിയാതെ തടയുന്ന അനുഭവങ്ങളാണ് അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. What we learn from that excuse is that there are so many hindrances which come across the children of God who are fasting, who are praying, who are seeking God for answers. എന്നാൽ അതിന്റെ ഒടുവിലെ പുസ്തഭാഗം നമ്മൾ വായിക്കുമ്പോൾ, And when we read the following verses, ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം, and it says that he was not ashamed to keep on knocking. എഴുന്നേറ്റ് വേണ്ടുമ്പോൾ അവന് കൊടുക്കുകയാ. And because of his persistence, he will get up and give him as much as he needs. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, Dear children of God who are in the presence of God, നാം ദൈവസന്നിധിയിൽ എന്താണ് ചോദിക്കുന്നത്? what are we asking for in the presence of നാം God? എന്താണ് ദൈവസന്നിധിയിൽ ചിന്തിക്കുന്നത്? What are we thinking in the presence of നീ God? 3 അപ്പമാണ് ചോദിച്ചെങ്കിൽ You are asking 3 loaves. നിനക്ക് വേണ്ടുവോളം തരുവാൻ Amen. But God says, God is എന്റെ able. ദൈവ സർവശക്തിയുള്ള ദൈവമാണ്. God is able to provide for you more than what you even think or even ask for. ഹല്ലേലൂയ. Hallelujah. 3 അപ്പം കൊടുത്തിരുന്നെങ്കിൽ I mean, if you had just given 3 loaves, ആ വന്ന സ്നേഹിതന് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. it was just enough for the friend who is hungry. എന്നാ നീ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, I mean, if you are a child of God who is persistent in your കതക് prayer, തുറന്ന് എഴുന്നേറ്റ് തരുന്നത് വരെ ലജ്ജ കൂടാതെ മുട്ടിക്കുന്നെങ്കിൽ, if you are persistent and unashamedly knocking on the door, അവൻ എന്റെ വിഷയത്തിന് മാത്രമല്ല, I mean, not only for your own needs, നിന്റെ വിഷയത്തിന്മേലും അവൻ പ്രവർത്തിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവമാണ് I mean, നമ്മുടെ not only for your കർത്താവ്. friends' needs, but he will come down and meet your needs as well. Praise the Lord. Praise the Hallelujah. Lord. നേരത്തെ ഇല്ലെന്ന് പറഞ്ഞതെങ്കിൽ പിന്നെ കതകിന് മുട്ടത്തില്ലായിരുന്നു. I mean, he did not say that I don't have, but then he would have stopped knocking. കതകിന് പിന്നെയും മുട്ടുവാനുള്ള കാരണം, Why did this guy he kept on knocking? അകത്തുനിന്ന് അപ്പമില്ലെന്ന് പറയുന്നില്ല, I mean, the friend inside did not say that I don't have തടസ്സങ്ങളെ bread. പറയുന്നുള്ളൂ. I mean, he is just giving excuses. ആമേൻ. ഓരോരോ തടസ്സങ്ങൾ മാത്രമാ പറയുന്നത്. He is giving 3 excuses, but he did not say that he doesn't have bread. 3 അപ്പം ചോദിച്ചപ്പോൾ I mean, he asked for 3 loaves of bread. 3 തടസ്സങ്ങളാണ് പറയുന്നത്. And he said 3 excuses, 3 hindrances. അപ്പോൾ ചെന്ന സ്നേഹിതന് മനസ്സിലായി, I mean, the friend who went, he was knocking, ഈ ഭവനത്തിൽ അപ്പമുണ്ട്. he understood that there is bread enough in this തടസ്സങ്ങൾ home. മാത്രമേ പറയുന്നുള്ളൂ. This friend is just giving excuses. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ മുട്ടിപ്പായിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട നന്മകളും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. I mean, dear children of God, in spite of the hindrances, let God help us to persist in prayer and to receive God's promises. പഴയ നിയമ ഇസ്രായേലിനോട് ബന്ധത്തിലും In the Old Testament Israel, അവരുടെ വാഗ്ദത്തങ്ങളെ തടയുവാൻ അനേക തടസ്സങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. I mean, to hinder or to prevent them from getting their promises, there was a lot of opposition, a lot of attacks in the Old Testament Israel. 430 വർഷത്തിലെ മിസ്രൈമെ വാസത്തിനു ശേഷം 430 years of captivity. ജനത്തിന് പുറപ്പെടേണ്ട സമയം ആയപ്പോൾ, When they were about to leave Egypt, ഫറവോൻ ഓരോ തടസ്സങ്ങൾ പറയുകയാണ്. the enemy, the Pharaoh, he started giving a lot of excuses, എന്നാൽ യഹോവയായ hindrances. ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്യുകയാണ്. And you know what happened when the Lord used Moses or spoke through Moses to Pharaoh. നീ ചെന്ന് ഫറവോനോട് പറയുക, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. I mean, God told Moses to tell Pharaoh, let my people go, let my people go to worship me. ദൈവമക്കളെ, നമുക്കും ഇഹലോകവാസം വിട്ട് പുറപ്പെടേണ്ട ഒരു പുറപ്പാടിന്റെ നാളുകൾ ഏറ്റവും അടുത്തിരിക്കുക. Dear children of God, there is a time of exodus from this world for a child of God. അതിന്റെ ലക്ഷ്യങ്ങൾ നാം കേട്ടും കണ്ടുകൊണ്ടിരിക്കുക. We see that signs around us all through this world right now. ഹല്ലേലൂയ. Hallelujah. ആമേൻ. നമുക്കറിയാം, ആബീബ് മാസം 10-ാം തീയതി ഒരാട്ടിൻകുട്ടിയെ വേർതിരിച്ച് നിർത്തണമായിരുന്നു. I mean, we know about the Passover. On the 10th day of the month of Abib, a lamb was to be separated. 14-ാം തീയതി സന്ധ്യാസമയം അതിനെ അറുക്കണം. 14th night it was to be slaughtered. ഓരോ കുടുംബത്തിൽ ഓരോ ആട്ടിൻകുട്ടി വെച്ച് അറുക്കണം. Every family had to have one lamb each. അതിന്റെ രക്തം കട്ടൽക്കാലിന്മേലും കുറുമ്പടി രണ്ടിന്മേലും പുരട്ടണം. And the blood was to be smeared on the doorposts and lintels of the house. അതിന്റെ മാംസം ഭക്ഷിക്കണം.
And they had to eat on the flesh of the lamb. അരകെട്ടി ഭക്ഷിക്കണം. And they had to be ready കാലിൽ while ചെരുപ്പിട്ട് eating. മുറുക്കണം. They had to be ready while eating the food. തിടുക്കത്തിൽ ഭക്ഷിക്കണം. They had to be in hurriedness in getting ready to go. കാരണം സമയമില്ല. എപ്പോഴാണ് പുറപ്പാടിന്റെ സമയം എന്നറിയത്തില്ല. ആമേ ഹല്ലേലൂയ. ഈ പകല് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു തിടുക്ക ദിവസങ്ങൾ ഉണ്ടാകട്ടെ. Amen. Because they didn't know the time when they had to leave, so they were told to be ready at all times. Dear children of God, we don't know the time is time of Jesus coming, so we need to be ready at all times. ഹല്ലേലൂയ. Hallelujah. ജനം അപ്രകാരം ചെയ്തു. Amen. The people did that. അർദ്ധരാത്രിയിൽ ഇതാ സംഹാരദൂതൻ വാളുമായി വരികയാ. And in the night, the angel of death is coming. കട്ടളക്കാലിന്മേലും കുറുമുടി രണ്ടിന്മേലും ആമേ രക്തമടയാളമുള്ള ഭവനങ്ങളിൽ നിന്ന് ആമേ സംഹാരങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ്. And when the angel of death sees a sign of the blood on the houses, he will just move away from those houses. ഇന്ന് പകലിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, Amen. Today, I want you to think about this. രക്തമടയാളം പുരട്ടിയ ഭവനത്തിനകത്തുള്ള ആളാണെങ്കിലും, Amen. Even if there is even your house is smeared with or has that sign of blood, കൂടാരത്തിന് പുറത്താണ് സംഹാരകൻ വരുമ്പോൾ നിൽക്കുന്നതെങ്കിൽ, Amen. But if you are standing outside your house when the angel of death is coming, വരുന്ന ആളിനെ നിൽക്കുന്ന ആരാന്ന് അറിയത്തില്ല, ഛേദം സംഭവിക്കും. Amen. The angel of death will not know who this guy is. He was not inside. He came out of the protection. And it will be a loss for him. ഈ പകൽക്കാലം പറയട്ടെ, രക്തത്തളിയേറ്റവൻ, അഭിഷേകം പ്രാപിച്ചവൻ, ദൈവകൃപ അനുഭവിച്ചവൻ കൂടാരത്തിനുള്ളിലേക്ക് ദിവസങ്ങൾ കടന്നു വരട്ടെ. Amen. Those who are children of God, those who are born again, those who have been having the blood, the blood upon their lives, are born again, baptized. They stand inside the protection of the temple of God or the house of God. Praise the Lord. അങ്ങനെ ജനം പുറപ്പെട്ട് നമ്മൾ വായിക്കുന്നു. And then the people left Egypt. അടുത്തതായിട്ട് ആമേ സ്തോത്രം, ചെങ്കടലിന്റെ തീരത്ത് വന്ന് നിൽക്കുകയാണ് തടസ്സം, രണ്ടാമത്തെ തടസ്സം. And then they come to a greatest hindrance of the Red Sea. ജനം കണ്ടത്, what the people saw, ചെങ്കടലിനെയും പർവ്വതനിരയെയും ആമേ സ്തോത്രം ഫറവോനെയാണ് ജനം കണ്ടത്. I mean, what the people saw was the front. There was the Red Sea. The surrounding was mountains, and from behind they saw the army of Pharaoh. എന്നാൽ മോശ കണ്ടത് ചെങ്കടലിന്റെ നടുവിലൂടെ ഒരുക്കുന്ന വഴിയാണ് മോശ കണ്ടത്. But Moses saw the way that God is preparing for them through the Red Sea. ആമേൻ. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ജനം മോശയോട് നിലവിളിക്കുന്നു. The people started crying to Moses. മോശ ദൈവത്തോട് നിലവിളിക്കുക. Moses started crying to God. ആമേൻ. യഹോവയായ ദൈവം മോശയോട് പറയുന്നു, God is telling Moses, മോശേ നീ എന്തിനു നിലവിളിക്കുന്നു? Moses, why are you crying? കഴിഞ്ഞ നാളുകൾ അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്ത വാഗ്ദത്തത്തിന്റെ വിശ്വാസത്തിന്റെ വടി നിന്റെ കയ്യിലുണ്ടല്ലോ. Remember, you have got the staff which has done so many miracles. That is right in your hand. നീ അത് ചെങ്കടൽ നേരെ നീട്ടുക. Stretch out your hand with the rod to the Red Sea. ദൈവസന്നിധിയിൽ ഭാരത്തോടെ വേദനയോടെ പ്രതികൂലത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ദൈവവൈതലേ, I mean, those who are standing in front of problems, those who are standing in front of situations like Red Sea. ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ പകരുന്ന അഭിഷേകത്തിന്റെ ശക്തിയോടെ ആ വിശ്വാസത്തിന്റെ വടി നീട്ടുന്നെങ്കിൽ നിന്റെ മുമ്പിൽ ഹല്ലേലൂയ ചെങ്കടൽ പോലെ നിൽക്കുന്ന വിഷയങ്ങളെ ഈ ദിവസങ്ങൾ ദൈവം മാറ്റിത്തരും. I mean, if you stand with your anointing, with your authority, the things like the obstacles in your way, like the Red Sea, will move apart from you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. നമുക്കറിയാം, ചരിത്രം അറിയാവുന്ന കൂടുതൽ വിവരിക്കുന്നില്ല. We know the history of what happened, so I'm not going to explain that. ഹല്ലേലൂയ. Hallelujah. ജനം അക്കരെ കടന്നു. The people went across the Red Sea. തീർന്നില്ല, തടസ്സം തീർന്നില്ല. Hindrances did not stop there. അടുത്ത തടസ്സം സ്തോത്രം യോർദാനാണ്. And then again they faced the river Jordan. ആമേൻ. ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കൊയ്ത്ത് കാലമൊക്കെയും യോർദാൻ കരകവിഞ്ഞൊഴുകും. I mean, we see that in the book of Joshua, the river of Jordan was overflowing its banks in the time of harvest. എപ്പോഴാണ് കൊയ്ത്ത് കാലം? When is the time of harvest? നാളുകളായി ഉപവസിക്കുകയും
Amen. You've been fasting for many, many days. നാളുകളായി പ്രാർത്ഥിക്കുകയും ദൈവസ്ഥലേക്ക് കരയുകയും ചെയ്തിട്ട് Amen. You've been crying and you've been fasting and praying for many, many years. അതിന് മറുപടി ലഭിക്കുമ്പോൾ, And when you receive the answer, അതിന് കൊയ്ത്തിന്റെ സമയമാവുമ്പോൾ, Amen, then the time of harvest is coming at the time. ഒരു കുത്തൊഴുക്ക് വന്നിട്ട് Amen. The water is coming. നീ with പ്രാപിക്കേണ്ട നന്മകളെ, the blessings which you are about to receive are being overflowed or overcovered by the rivers of Jordan. നിന്റെ വാഗ്ദത്തങ്ങളെ തടയുന്ന, Amen. The promises which you ought to receive are being hindered. കുത്തൊഴുക്കുകളെ There are rivers which ഈ are trying to ദിവസങ്ങളിൽ block. സ്വർഗ്ഗത്തിൽ ദൈവം ശാസിക്കട്ടെ. Amen. May the Lord of heaven just destroy those hindrances in your life. ഹല്ലേലൂയ, സ്തോത്രം. Hallelujah. അവിടെ ആമേൻ, ഹല്ലേലൂയ, പ്രതികൂലം മാറുവാൻ, ഹല്ലേലൂയ, Amen. That hindrance is to be removed. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ആമേൻ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ, ആമേൻ സ്തോത്രം, മേൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കും. Amen. When the priests who carried the ark of the Lord, when they stood when their feet touched the rivers of Jordan, the flow stopped. താഴെയുള്ള വെള്ളം ഒഴുകിപ്പോകും. The river coming from the north, it stopped like a wall, and from the river south, it just flowed away. ഇന്ന് പകലിൽ ദൈവസ്ഥലിലായിരിക്കുന്ന ഓരോ ദൈവമക്കളായിട്ട് പരിശുദ്ധാത്മാവ് പ്രകാരം പറയുകയാണ്. The Holy Spirit is speaking to the children of God like this. ആമേൻ, ഹല്ലേലൂയ. നിന്റെ വാഗ്ദത്തങ്ങളെയും അവകാശങ്ങളെയും ആമേൻ അവകാശമാക്കുവാൻ കഴിയാത്ത തടസ്സമായി നിൽക്കുന്ന ആമേൻ എല്ലാ പോരുകളെയും ഈ ദിവസം സ്വർഗ്ഗത്തിൽ ദൈവം ശാസിച്ചകറ്റട്ടെ. Amen. I pray and I pray that God will remove all the hindrances which is hindering God's promises in your life. ഒഴുക്കേണ്ടതിനെ ഒഴുക്കിക്കളയട്ടെ. Amen. Let God remove the obstacles and remove the rivers from your life. ഫ്രീസാക്കുന്നതിനെ ഫ്രീസാക്കി നിർത്തട്ടെ ഈ ദിവസങ്ങളിൽ. And as the waters were frozen or stopped on one side, let God do that in your life today. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഈ വിധമായ ദൈവിക അനുഗ്രഹങ്ങൾ ഓരോ ദൈവമക്കളും പ്രാപിപ്പാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. May the Holy Spirit help us at these days of prayer and fasting, that God will do great things in our life. ഹല്ലേലൂയ. Hallelujah. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ആമേൻ അവർക്ക് തോൾ കഴിക്കുമ്പോൾ ഒന്നും മാറണമെന്നുണ്ട്. Amen. As you see, there was this priest carrying the Ark of the Covenant. They even if their shoulders were aching, they cannot change. പക്ഷേ അവർക്ക് കൈമാറുവാൻ അത് ആമേൻ കഴിയുന്നില്ല. കാരണം ജനമെല്ലാം അക്കരെ കടന്നിട്ട് ഇവർക്ക് അവിടെ നിന്ന് കയറുവാൻ കഴിയുകയുള്ളൂ. They cannot move from there because they have to stand in that same position, because the children of Israel had to go across the Jordan. ഈ പകലിൽ ദൈവസ്ഥലിൽ പറയട്ടെ, ആമേ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചുമല കൊടുക്കുന്ന ആമേ ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ, അവരുടെ ഭാരം ഒന്ന് ഇറക്കി വെക്കുവാൻ, ആമേ സ്തോത്രം, ആമേ നാം ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ ഇറങ്ങേണ്ടത് ആവശ്യമാണ്. Amen. Dear children of God, as the servants of God, they carry the Ark of the Covenant. We need to remember that they are carrying, Hallelujah. and we need to also help and shoulder the burden they carry. സ്തോത്രം. ആമേൻ. അവിടുന്ന് ജനം യാത്ര ചെയ്തു. And then they went from there. നാലാമത്തെ തടസ്സമാണ് യെരിഹോ. And then they come to the fourth hindrance, which is there's the walls of Jericho. ലോകത്തിലെ ഏറ്റവും വലിയ മതിലാണ്. And it was one of the largest walls in the world. ഹല്ലേലൂയ. Hallelujah. അതിനെ നേരിടണമെങ്കിൽ, And if you want to attack that city, ആമേ സ്തോത്രം, ഹല്ലേലൂയ, പുരോഹിതന്മാർ കാഹളമൂതണം. the priests had to blow their trumpets. ജനം ഒരുമിച്ച് ആർപ്പിടണം. The last day, the children of Israel had to shout. ഒന്നാമത്തെ ദിവസം ഒരു പ്രാവശ്യം പട്ടണത്തെ ചുറ്റണം. And the first day they had to walk around the city once. അങ്ങനെ ഏഴാമത്തെ ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റണം. On the seventh day they had to walk around 7 times. ഏഴാമത്തെ ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും ആ പുരോഹിതന്മാർ കാഹള ഊതുകയും ജനം ആർപ്പിടുകയും ചെയ്യുമ്പോൾ പട്ടണം അതിൽ തകരും. Amen. On the seventh day, the seventh time, when the children of Israel walked around the last time, the seventh time, and the priests had to blow their trumpets loud, and the children of Israel shout loudly, the walls will fall. നാം വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു. When we read in the Bible, ഓരോരുത്തൻ മുൻപോട്ട് കടന്നു പട്ടണം പിടിച്ചു. Amen. Everyone went straight ahead and took the city. എന്താണ് കാരണം? What is the reason? പുറകോട്ട് വീണിരുന്നെങ്കിൽ, Amen. The wall did not fall on them.
ആമേ ജനത്തിന്റെ മുകളിൽ വീണേനായിരുന്നു. If the wall had fallen outside, the walls would have fallen on the children of Israel. എന്നാൽ നാം വായിക്കുന്നത് 7 വിധ ജാതീയ ശക്തികൾ ഈ കോട്ടയ്ക്കുള്ളിൽ പാർക്കുന്നുണ്ടായിരുന്നു. I mean, we read that there were 7 kinds of Gentile powers living in this city. ആ 7 വിധ ജാതീയ ശക്തികളെയും തകർത്താണ് ദൈവം നിനക്കൊരു വഴിയൊരുക്കാൻ പോകുന്നത്. I mean, God has destroyed Yes, the Lord. 7 Gentile powers, and God is giving victory in ഈ your പകലിൽ situation. ദൈവസ്ഥലിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ആയിരിക്കുന്ന ദൈവമക്കളെ നമുക്ക് വേണ്ടി ദൈവം ഒരു വഴി ഒരുക്കുന്നത്. I mean, the children of God opens ways in our lives. Those who are praying and fasting, God opens ways in our lives. ശത്രുവിന്റെ എല്ലാ പദ്ധതികളെയും പൊളിച്ചിട്ടാണ്. I mean, God opens ways, defeating all the powers of the enemy. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. Hallelujah. ഓരോരുത്തൻ മുൻപോട്ട് കടന്ന് പട്ടണം പിടിച്ചു. I mean, it says that everyone walked across, or everyone, moved across and they took the city. അവിടെ ജനം ചെയ്യേണ്ടതാണ് ഈ ദിവസങ്ങൾ ഇവിടെയുള്ള ദൈവജനം ചെയ്യേണ്ടത്. I mean, what they did there, we are children of God, we should do it here now. ഈ ദിവസങ്ങൾ ഒരുമിച്ച് ആർപ്പിടുവാൻ തയ്യാറെങ്കിൽ, If you are ready to stand together and shout the victory, ആമേ തലമുറയുടെ ഭാവി ആമേൻ വാഗ്ദാനങ്ങളെ തടയുന്ന, I mean, there are hindrances which hinder God's promises in your life and in your generations. നമ്മുടെ ആമേ ഹല്ലേലൂയ നന്മകളെയും അനുഗ്രഹങ്ങളെയും തടയുന്ന, The hindrances which oppose our well-being. യെരിഹോവിന്റെ മതിലുകളെ ഈ ദിവസങ്ങളിൽ തകർക്കുവാൻ തക്കോണം ഒരുമിച്ച് നിൽക്കുന്നവരിടയായി തീരും. I mean, if you stand together as one body, if you stand together and shout in unity, God is going to give great deliverances here. ഹല്ലേലൂയ. Hallelujah. രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റുമോ? I mean, if two agree, if two disagree, how can you walk together? ഈ ദിവസങ്ങളിൽ നമുക്ക് ചേർന്ന് നിൽക്കാം ദൈവമക്കളെ. I mean, dear children of God, let us stand together. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. Hallelujah. നാം വായിച്ച വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. Let us come back to the verse we read in the beginning. എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. We read from Ephesians chapter 3 verses 20. എന്നാൽ നാം ചോദിക്കുന്നതിലും Now to him who is able to do far more abundantly, നിലയ്ക്കുന്നതിലും beyond all that we ask or think, അത്യന്തം പരമായി തരുവാൻ do far more abundantly. സർവശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. I mean, our God is able to do that. ഈ പകലിൽ കർത്താവിന്റെ സന്നിധാനത്തിൽ ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്. I mean, dear children of God who are in the presence of God, God is asking. ഈ ദിവസങ്ങൾ ദൈവസ്ഥലിൽ നമ്മൾ വലിയ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കണം. We need to expect great things from God, and we need to pray according to ദൈവം that. എനിക്ക് വേണ്ടി വലിയ ചെയ്യുന്നുള്ള ഉത്തമമായ ബോധ്യം വിശ്വാസം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൽ ഉണ്ടാകണം. I mean, dear children of God, you need to have that expectation. You need to have that faith when you pray to God, expecting great things from God. അങ്ങനെയെങ്കിൽ നാം ചോദിക്കുന്നതിനേക്കാൾ, നാം ചിന്തിക്കുന്നതിനേക്കാൾ, നാം നനയ്ക്കുന്നതിനേക്കാൾ ആമേ ഹല്ലേലൂയ അത്യന്തപരമായി തരുവാൻ ആമേ നമ്മുടെ കർത്താവ് ഇന്നും യഥാവാനാണ്. I mean, our God is able. He is alive. He is here. He is able to do far more abundantly beyond all that we ask or think. ചോദിക്കുമ്പോൾ തടസ്സങ്ങൾ നേരിടാം. I mean, there will be hindrances in our prayer life. നാം കേട്ടതുപോലെ I mean, as we listened. ഒരപ്പത്തിന് ഒരു തടസ്സം വെച്ച് ശത്രുവാദിക്കുമ്പോൾ, I mean, there is for one loaf there is one hindrance. 3 loaves, 3 hindrances, 3 excuses. ഓ ഹല്ലേലൂയ. Hallelujah. ചെന്ന വീട്ടുകാരനായ സ്നേഹിതൻ ലജ്ജ കൂടാതെ മുട്ടയ്ക്ക് നിമിത്തം എഴുന്നേറ്റവന് വേണ്ടുവോളം കൊടുക്കും. I mean, because this friend, he was persistent, he was not ashamed to keep on asking, he will give more than what he asked for. ഹല്ലേലൂയ. Hallelujah. ലജ്ജ കൂടാതെ ദിവസങ്ങൾ മുട്ടുവാൻ എത്ര പേര് തയ്യാറുണ്ട്? How many of you are ready to persist in your prayer, keep on knocking without being faint, without fainting, just keep on persisting in your prayer? 3 ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് വിഷയത്തിന് മറുപടി ലഭിച്ചെന്ന് വരത്തില്ല. I mean, maybe your prayers will not be answered by 2 days or 3 days of fasting and praying. എത്ര നാള് ആമേൻ സ്തോത്രം ദൈവസ്ഥനിൽ ഉപവസിച്ചാലാണ്, എത്ര നാള് പ്രാർത്ഥിച്ചാലാണ് വിടുതൽ ലഭിക്കുമെന്ന് ആമേൻ പറയുന്നില്ല. I mean, it doesn't say that you will receive an answer after so and so couple of days of prayer. It doesn't specify the number of days. കതക് തുറന്ന് എഴുന്നേറ്റ് തരുന്നത് വരെ മുട്ടിക്കൊണ്ടിരിക്കണം. I mean, he was knocking till the door was opened.
ഹല്ലേലൂയ. Hallelujah. സ്തോത്രം 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 ഹല്ലേലൂയ. ആമേ കർത്താവിൻ്റെ ആമേ സ്വർഗാരോഹണ സമയത്ത് ശിഷ്യന്മാരോട് പ്രകാരം പറയുകയുണ്ടായി. Jesus, while he was ascending above after his resurrection, Jesus told like this. നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി ആമേൻ നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ ആമേൻ ഇവിടെ കാത്തിരിക്കണം. Jesus told his disciples to wait in Jerusalem to receive God's promise. എത്ര ദിവസം കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. Jesus did not say a specific day or days to wait. ആ വാഗ്ദത്തം ലഭിക്കുന്നതുവരെ കാത്തിരിക്കണം. Jesus told that to wait. He did not specify how many days to wait till you receive the promise. എന്താണ് യെരൂശലേമിൽ കാത്തിരിക്കണമെന്ന് പറയേണ്ട കാരണം? Why did Jesus say to wait in Jerusalem? Praise the Lord. Hallelujah. ആമേ തൃത്വത്തിൽ രണ്ടാമൻ തകർക്കപ്പെട്ട സ്ഥലമാണ് യെരൂശലേം. Amen. Jesus was crucified in the city of Jerusalem. അവിടെ തൃത്വത്തിൽ മൂന്നാമൻ ആമേൻ കടന്നു വരേണ്ടത് ആവശ്യമാണ്. Amen. It was essential that the Holy Spirit, the triune God, the Holy Spirit to come in the same place where Jesus Christ was crucified. Praise the Lord. Hallelujah. ആമേൻ. ഏലിയാവിനോട് യഹോവയായ ദൈവം പറയുന്നു, നീ സീദോനോട് ചേർന്ന സരാപ്തിൽ ഒളിച്ചിരിക്കുക. Amen. God told Elijah to hide in a place called Zarephath. എന്താണ് സീദോനോട് ചേർന്ന സരാപ്തിക്ക് പ്രത്യേകത? What is the speciality of this place of Zarephath? അവനെ കണ്ടാൽ കൊല്ലാനിരിക്കുന്ന, Amen. He was under attack. അവന്റെ തലയെടുക്കാനിരിക്കുന്ന, He was under attack and he was about to be killed. ഇസബേലിന്റെ നാടാണ് സീദോൻ. It was the place of Jezebel. ഇന്ന് പകലിൽ ദൈവസ്ഥലായിരിക്കുന്ന ദൈവമക്കളെ, Dear children of God, ദൈവത്തിന്റെ വിടുതൽ, ദൈവത്തിന്റെ പ്രവൃത്തി നാം ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കുകയില്ല. Amen. We might think that God will work in such and such way, but God works in totally mysterious ways. അവൻ വഴിയൊരുക്കുന്നത് ശത്രുക്കളുടെ മുമ്പാകെയാണ് നമുക്ക് മേശ ഒരുക്കുന്നത്. Amen. He will take us into the enemy camp and he will do things and he will prepare a table before our enemies. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കലും ഹല്ലേലൂയ ആമേൻ വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കുവാൻ ആമേൻ കഴിയത്തില്ലെന്ന് ചിന്തിച്ച സ്ഥാനത്ത്, Amen. The children of God thought that they could never enter the land of promised land of Canaan. തടസ്സങ്ങൾ ഓരോന്നായി മിസ്രയീം ആമേൻ ജനത്തിന്റെ മുൻപിൽ കടന്നു വന്നപ്പോഴും, Amen. There were so many hindrances which came across the children of God. ഹല്ലേലൂയ, ആ ഓരോ തടസ്സങ്ങളെയും ആമേൻ ഹല്ലേലൂയ അതിനെ അതിജീവിക്കുവാനുള്ള ആമേൻ കൃപ മോശയ്ക്ക് കൊടുത്തെങ്കിൽ, Amen. Every hindrances, God gave Moses the grace to overcome the hindrances. പകലിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളോടായിട്ട് ദൈവത്തിന്റെ ആത്മാവിലൂടെ വിളിച്ചു പറയട്ടെ. Amen. Dear children of God, I want to tell you in the spirit to all the children of God. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ In our life of in നാം our journey ദൈവസന്നിധിയിൽ of faith, പ്രാർത്ഥിക്കുമ്പോൾ, when we pray to God, നാം ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ, when we fast and pray, ശത്രു ഓരോരോ തടസ്സങ്ങൾ കൊണ്ടിടുമ്പോൾ, there will be a lot of hindrances in our prayer life. ഹല്ലേലൂയ, ആത്മാവിൽ ബലപ്പെട്ട്, Amen. We need to be strengthened in the power of the might of the Holy Spirit. ദൈവകൃപയിൽ ആശ്രയിച്ച്, We need to trust God's grace. ആമേൻ, ആ തടസ്സങ്ങളെ ആത്മാവിൽ ശാസിച്ച് ജയമെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ദിവസം നമുക്ക് കൃപ തരുമാറാകട്ടെ. May the God give us grace to overcome these hindrances by taking authority over these obstacles in our life. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എന്നാൽ നാം ചോദിക്കുന്നതിലും, Amen. Paul, we read in this verse that, and the God who is able to do abundantly more than we ask or think. 14 വാക്യം മുതൽ 19 വാക്യം വരെ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. We see in verse 14 through 19, it's a prayer of Apostle Paul. ആ 14 വാക്യം മുതൽ 19 വാക്യം വരെ ഇടയ്ക്കൊരു ഫുൾ സ്റ്റോപ്പും കാണുവാൻ കഴിയുന്നില്ല. That's a long prayer from verse 14 to verse 19. It just flows continuously without even a gap. ആ വാക്യം എടുത്തെങ്കിലും ഒന്ന് വായിക്കാം. If you can read that. സ്തോത്രം. Ephesians chapter 3 verses 14 to 19. അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിനും വരം നൽകണമെന്നും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം എന്നും പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ, Amen. It says that to know, verse 19 says,
To know the love of Christ which surpasses knowledge, that you may be filled up to all the fullness of God. കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു അതാണ് ദൈവമക്കളെ. God desires that from every believer. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. That we might be filled up to all the fullness of God. നാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അവസ്ഥയിലാണോ ഇന്നുമായിരിക്കുന്നത്? Are we still in the same place when we came to Jesus Christ years ago? അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് വിളിച്ചു പറയുന്നു. Amen. Based on this word, the Holy Spirit is speaking to us. അവന്റെ നിറവിനോളം ഈ ദിവസം നിറഞ്ഞു വരുവാൻ ആമേൻ ദൈവമക്കൾക്ക് എല്ലാവർക്കും കർത്താവ് കൃപ നൽകട്ടെ. May God give us the grace to be filled up to all the fullness of God. Praise the Lord. Praise the Lord. അങ്ങനെയെങ്കിൽ Amen. If you do so, അങ്ങനെ നിറഞ്ഞു വരുന്നെങ്കിൽ Amen. If you are being filled up to all the fullness of God, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തമായി അവൻ തരും. then God will do far more abundantly beyond all that we Praise ask the or Lord. think. ദൈവമക്കളെ നമ്മുടെ അകത്തുള്ളത് നമ്മൾ പ്രാപിക്കത്തുള്ളൂ. Amen. We will receive according to what we have inside. നാം ദൈവസന്നിധിയിൽ എന്താണ് ആമേൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്, Amen. Whatever we have in our heart, we desire through faith. അതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. It will come according to our faith which is inside. ഹല്ലേലൂയ. Hallelujah. ഈ ദിവസങ്ങളിൽ നാം ദൈവസന്നിധിയിൽ ചോദിക്കുമ്പോൾ, Amen. When we ask in the presence of God, നാം ദൈവസന്നിധിയിൽ യാചിക്കുമ്പോൾ, when we cry out in the presence of God, ആമേൻ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ, Amen. The things which we are praying for, നാം ഉപവസിക്കുന്ന വിഷയത്തിന്മേൽ, the matters which you are fasting for, ദൈവം എനിക്ക് മറുപടി തരുമെന്നുള്ള ഉത്തമമായ ബോധ്യം ഈ ദിവസങ്ങളിൽ ആമേൻ നമുക്കുണ്ടാകണം. Amen. We need to have that absolute confidence and absolute faith that God will give us what we are asking for. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. Hallelujah. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, Apostle Paul is telling, ആമേൻ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ യാചന, നാം ചിന്തിക്കുന്നത്, ആമേൻ, നാം നനയ്ക്കുന്നത് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ദൈവം തരുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടു കൂടി ആയിരിക്കണം. Amen. Paul is telling that we should ask whatever we ask or think and desire, it should be according to the faith which we have in us. പണ്ടൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കഥയല്ല, നടന്ന കാര്യമാണ്. I heard about a story like this. ഒരു ചർച്ചിൽ പഴയ കഥകളൊന്നും പറയല്ലെന്നാണ് പാസ്റ്റർ പറഞ്ഞതെങ്കിലും ഇതിനോട് ചേർന്ന് നമ്മുടെ വിശ്വാസത്തിന് ഉറപ്പിന് വേണ്ടി ഒന്ന് പറഞ്ഞേക്കാം. പണ്ടൊരു ചർച്ചിൽ In a church, മത്തായിച്ചാനും തോമാച്ചനും എന്ന പേരുള്ള രണ്ടുപേരുണ്ടായിരുന്നു. there was two people called Matthias and Thomas. പഴയ പേര് അങ്ങനെയുള്ളവരാരും ഇവിടെ ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മത്തായിച്ചാനും 3 പെൺപിള്ളേരാണ്. 10 സെന്റ് സ്ഥലമേ ഉള്ളൂ. Matthias had 3 girls. He had only 10 sons of land. തോമാച്ചാൻ ഇഷ്ടം പോലെ സ്ഥലവും വലിയ ബംഗ്ലാവും 3 ആമ്പിള്ളേരുമാണ്. And Thomas had 3 sons, and he was very rich person. He had a big property and estate and things like that. അപ്പോൾ തോമാച്ചാനും കുഞ്ഞുങ്ങളും സന്ധ്യാസമയത്ത് ആമേൻ അവരുടെ കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ, And when this Thomas guy who prays and every day in his family prayer, ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. he prays like this. കർത്താവേ, അപ്പുറത്തെ മത്തായിച്ചാൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഒരു വഴി ഒരുക്കി കൊടുക്കണേ. Oh Lord, open ways for this Matthias family. സ്ഥിരമായിട്ട് ഈ പ്രാർത്ഥന കേട്ടപ്പോൾ He was praying this. They were praying this prayer for quite some time. മൂത്ത മോൻ ഒരു ദിവസം ഒരു തീരുമാനം എടുത്തു. തോമാച്ചൻ്റെ മൂത്ത മോൻ, The eldest son of Thomas decided to do one thing. അപ്പച്ചാ ഈ പ്രാർത്ഥന അങ്ങ് നിർത്ത്. And he told his father, stop that prayer. എന്താടാ? Why? ഒന്നുകിൽ ഞങ്ങളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും ആ പിള്ളേരെ ഒന്നിനെ അങ്ങ് കെട്ടിയില്ലേ. Help us. You arrange the marriage with one of that daughters of Thomas family. അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് 25,000 50,000 ഒന്നും കൊടുക്കത്തില്ല. 25,000 ഒക്കെ മതി. ആമേൻ. ബാങ്കിൽ നിന്ന് 25,000 50,000 എടുത്ത് ആ കുഞ്ഞിനെ കെട്ടിക്കാനുള്ള ആ പൈസ കൊടുക്ക. Otherwise you help them to get one of them to get married. പിന്നെ ഇങ്ങനെ നടന്ന് പ്രാർത്ഥിക്കണ്ടല്ലോ. Then you should not. You don't have to pray like this. അപ്പോഴാ തോമാച്ച അപ്പച്ചൻ്റെ മറുപടി, This Thomas father, he was replying like this. എടാ മോനെ, ഇത് വല്ലതും കൊടുക്കാനോ ചെയ്യാനോ ആണോ? I mean, do you think that I'm praying that to give or do something like this? പ്രാർത്ഥിക്കാൻ ഒരു വിഷയം വേണ്ടയോ? We need to have some matters to pray.
ഇന്ന് പകലിൽ ദൈവസ്ഥലായിരിക്കുന്ന ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഞാൻ പറഞ്ഞതാ, ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് വിഷയമില്ലാഞ്ഞിട്ട് വിഷയദാരിദ്ര്യ നിമിത്തം ആരും പ്രാർത്ഥിക്കാതിരിക്കരുത്. ദൈവത്തിന് I സ്തോത്രം. mean, don't think that you don't have anything to pray and that's why you don't pray or you are ഈ sitting to ദിവസങ്ങളിൽ pray. ഞാൻ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന വിഷയത്തിന്മേൽ I mean, these days when things which I'm praying and fasting for, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. I mean, God will do miracles എന്റെ for me. കുടുംബത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. God will work wonders എന്റെ for me. തലമുറയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. God will do great things എന്റെ for my ദൈവ children. സഭയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. God will do great things for the church. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകലിൽ പറയട്ടെ ദൈവമക്കളെ, ആമേൻ, അങ്ങനെ വിശ്വാസത്തോട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ലജ്ജ കൂടാതെ മുട്ടുന്നെങ്കിൽ, ആമേൻ, നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി തരുവാൻ സർവശക്തിയുള്ള ദൈവമാണ് ഈ പകലിൽ നാം സേവിക്കുന്ന ദൈവം. I mean, I want to tell you, dear children of God, if you are able to pray with persistence, without fainting or without losing a heart, God is able to do beyond all that we ask or think. ഹല്ലേലൂയ. Hallelujah. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞ നാളിൽ വിശ്വാസത്തിന് അതേ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് നാം മറുപടി കണ്ടിട്ടുള്ളവരാണ്. If you look back in our lives, God has done so many miracles in every one of our lives. അവന്റെ പ്രവൃത്തി ഇന്ന് തീർന്നു പോയിട്ടില്ല. His works is not over. അവൻ സിംഹാസനം വിട്ടു പോയിട്ടില്ല. He's not അവന് നര ബാധിച്ചിട്ടില്ല. getting old. അവന് വാർദ്ധക്യം വന്നിട്ടില്ല. He's not getting old. ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ, I mean, even now, God is able to do. അവന്റെ പ്രവൃത്തി അവൻ ഐക്യതയിൽ ചെയ്യും. I mean, He is able to do great things even in our midst today. ഈ പകൽ ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുമ്പോൾ I'm going to conclude my words today. ദൈവമക്കളായിട്ട് ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. I mean, as children of God, I request, I'm going to tell you one more time. ഈ ദിവസങ്ങളിൽ നാം ദൈവസന്നിധിയിൽ വലിയ പ്രതീക്ഷിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാടിയാകണം. I mean, we need to expect great things from Hallelujah. God, and when we pray, we need to have that faith that God is going to do great things in my life. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാൻ തക്കവണ്ണമിടയായി തീരണം. And that we might be filled up to all the fullness of God. കേവലം ഒരു പാട്ടുകൊണ്ടോ, I mean, we should not be content ഒരു with പ്രാർത്ഥന കൊണ്ടോ, just a song or a 3 prayer, ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ കൊണ്ടോ not just with 3 days of fasting and prayer. തീരുന്നതല്ല നമ്മുടെ വിശ്വാസ ജീവിതം. Now our faith life will not end there. ഹല്ലേലൂയ. തടസ്സങ്ങളും പ്രതിസന്ധികളും ഒന്നൊന്നായി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, I mean, our hindrances will come into our life. അഭിഷേകത്തിന്റെ പുഷ്ടിയോടെ We need to be full of the Holy ആത്മാവിൽ Spirit. നിറഞ്ഞ് Full of the Holy ആ Spirit. പ്രതികൂലത്തെ ശാസിക്കുവാനുള്ള ദൈവകൃപ. We need to be able to rebuke those hindrances in our life with the power and the anointing of the Holy Spirit. ഈ ദിവസങ്ങൾ പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ, I mean, as children of God, you need to receive that authority. You have that, and we need to go forward with that. ദൈവത്തിന്റെ ആത്മാവ് നമുക്കെല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. May God give us the grace and strength to do that in this അതിനായിട്ട് days. ഇന്ന് പകൽക്കാലം നമ്മൾ തന്നെ സമർപ്പിക്കാം. I mean, can we surrender ourselves to that? അങ്ങനെയെങ്കിൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി അവൻ തരും. I mean, if you do that, He will be able to do far more abundantly beyond all that we ask or think. നാം ചോദിക്കുന്നത് കുറഞ്ഞു പോകരുത്. I mean, we should not limit our asking. Praise the Lord. Hallelujah. Hallelujah. അനേക ദൈവത്തിന്റെ വിടുതലുകൾ ആമേൻ നാം വേദപുസ്തകത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. I mean, we have experienced many deliverances in our life. ഹല്ലേലൂയ. Hallelujah. ഈ ദിവസങ്ങൾ അത് പ്രാപിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മളെ സമർപ്പിക്കാം. Let us surrender our lives before God. ഹല്ലേലൂയ. Hallelujah. ഓ ഹല്ലേലൂയ. അല്പസമയം ഈ വചനത്തിന് ഭാഗം നമ്മെ തന്നെ സമർപ്പിക്കാമോ? Can we surrender ourselves for a few minutes before this word? ദൈവമേ, എന്റെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കാതെ വണ്ണമാണോ ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നത്? Or am I praying that my prayers are not reaching heaven? ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുള്ള വിശ്വാസം ഉത്തമമായ വിശ്വാസം ഇല്ലാതെയാണോ ഞാൻ ഉപവസിക്കുന്നത്? Am I fasting and praying without enough faith? അങ്ങനെയെങ്കിൽ ആമേൻ ഈ ദിവസങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ. I mean, if that is the case, then you need to have that absolute faith and confidence in God. പ്രാർത്ഥിക്കുന്നെങ്കിൽ ആമേൻ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. I mean, if you have that confidence and faith, God will do great things in our life. അതിനായിട്ട് ആമേൻ കർത്താവ് നമ്മളെ അവരെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുണർത്തി. I mean, and may God bless us for that in these coming days. എൻ്റെ എളിയ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഈ പകൽ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. I mean, I conclude my words here, and may God bless us all with these words. ഈ എളിവനാകുന്ന എനിക്കും ശ്രേഷ്ഠനായ നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് ഒരവസരം ഒരുക്കി തന്ന കർത്താവിനോടും കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ഇവിടെയുള്ള എല്ലാ ദൈവമക്കളോടും കുടുംബങ്ങളോടുള്ള നന്ദി അറിയിച്ച വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കും. One more time, I just want to thank the servants of God, the church, and everyone who is here for giving me this opportunity. May God bless us. Thank you.
ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ. നമ്മളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ലെറ്റ് us thank God for the word which God spoke to us today. We are going to enter into the Lord's table. കർത്താവിൻ്റെ മേശയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗാഡ്. നമുക്ക് ദൈവസന്നിധാനത്തിൽ നമുക്ക് എല്ലാവർക്കും ആമേൻ നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിങ്ങളുടെ മേശയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. ഹല്ലേലൂയ. വെരി ഇമ്പോർട്ടൻറ്റ് ടൈം ഓഫ് വർഷിപ്പ്. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്ന ഈ സമയം അവയെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. I request Benny brother, can you please lead us in prayer as we are entering into the Lord's table, that we'll be able to remember the great sacrifice which God has done in our lives, the great love. കർത്താവ് നമ്മളോട് കാണിച്ച വലിയ സ്നേഹത്തെ ഓർക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അത് കർത്താവ് നമുക്ക് അനുഗ്രഹമാക്കി തരണം. അതിനുവേണ്ടി നമുക്ക് എല്ലാവരും തങ്ങളെ തന്നെ ദൈവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ബിനി ബ്രദർ, പ്ലീസ് ലീഡ് us in prayer. Which breaks your heart, O Lord. Everything which breaks your heart, O Lord, we pray that you remove from our lives, O Lord Jesus, O God. As we take part in this Lord's Supper, O Lord Master, we pray that you cleanse us from our head to toe, Lord Master God. Amen. In our life, O Lord, everything which is not pleasing you, Lord Master, take away from us, O Lord Master God. We want to come before you with totally cleansed, O Lord Master God. God, what you have done on the cross, we remember those things, O Lord Master God. God, it is no one can die for us, O Lord Master God. Amen. You died for us, O Lord, on the cross, and you rose again on the third day, Lord Master God. You're interceding for us, O Lord Master God. Lord, so that we can live a godly life, a life which is pleasing you, Lord Master God. So Lord, in that process, O Lord, if we have fallen short, O Lord, we pray that you cleanse us as a church, O Lord, as the whole body, O Lord Master God. We pray that you make us cleanse, O Lord, from everything in our heart, in our mind, in our soul, O Lord Master God. We pray that, Lord Jesus, as we take part, O Lord, if anything which is not pleasing you, take away, Lord Master God. And we pray that we will be able to take part with a total confidence what we are doing, O Lord Master God. And we pray that, God, you have exchanged everything for us, O Lord, on the cross, O Lord. Nothing you left, O Lord Master God. So, Lord, we commit ourselves as we take part, O Lord. Let it work in our whole body, whole mind, whole life, O Lord Jesus, God. We will not fail anything which you have said in the Bible, O Lord Master God. We give you glory and honor, O Lord Master God. We pray that, Lord Jesus, everything what we take, O Lord, it is not just merely a bread, O Lord Master God, but it has been made out of so many wheats together, O Lord Master God, has been crushed and then made a bread, O Lord Master God. It signifies, O Lord Master God, that as a body, as a body of Christ, O Lord, we are coming from different places, O Lord. But here we are one, O Lord Master God. And God, we pray that you, through your blood, O Lord Master God, we want to cleanse ourselves, O Lord. We give you all the glory and honor, O Lord Master God. With due respect, O Lord, we commit ourselves into your hands. In Jesus' name we pray. Amen. Amen.